നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നല്ലൊരു പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അദ്കാർ എന്ന ഗ്രന്ഥത്തിലാണ് ഈ ഹദീസിൽ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, വാ ദുനൂബാ മറത്തൈനി ഔ സലാസൻ, എൻ്റെ പാപമേ എൻ്റെ പാപമേ. 2 3 വട്ടം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ഖുൽ അല്ലാഹുമ്മ മഗ്ഫിറത്തുക ഔസഉ മിൻ ദുനൂബി വറഹ്മത്തുക അർജാ ഇൻദി മിൻ അമലി എന്ന പ്രാർത്ഥനയെ നീ പറയണം. അല്ലാഹുവേ, എൻ്റെ പാപത്തേക്കാൾ വിശാലമാണ് നിൻ്റെ പാപമോചനം, എൻ്റെ സൽക്കർമ്മത്തേക്കാൾ എൻ്റെ അടുക്കൽ ഏറ്റവും പ്രതീക്ഷയുള്ളത് നിൻ്റെ കാരുണ്യമാണ്. ഈ മനുഷ്യൻ ഈ പ്രാർത്ഥന നടത്തിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, നീ ഒന്നുകൂടെ ഈ പ്രാർത്ഥന മടക്കി പറയുക. അങ്ങനെ 2ാമതും 3ാമതും അദ്ദേഹത്തോട് ഈ പ്രാർത്ഥന മടക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എഴുന്നേൽക്ക്, ഫഖദ് ഗഫറല്ലാഹു ലക, തീർച്ചയായും നിനക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. വളരെ ഉത്തരം ലഭിക്കുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന 3 വട്ടം നടത്തുക. അള്ളാഹു എല്ലാ പാപങ്ങളും ഈ പ്രാർത്ഥനയുടെ ബർക്കത്ത് കൊണ്ട് പുറത്തു തരുന്നതാണ്. ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. അള്ളാഹു 2 വീട്ടിലും വിജയിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.